അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാ വർത്താനം? അറിയാലോ, നമ്മുടെ മാമാന്റെ മോളുടെ നിക്കാഹാണ്. റിസപ്ഷൻ ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ല നല്ല മാലകളും ഡ്രസ്സുകളും ഒക്കെ ഇട്ടാണ് വരുന്നത്. എനിക്കും 2 പവൻ മാലെങ്കിലും മിനിമം വേണം കേട്ടോ. അതുപോലെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നല്ല ഡ്രസ്സുകളൊന്നുമില്ല, നല്ല ഡ്രസ്സും വേണം. എന്തായാലും എനിക്ക് കിട്ടിയേ പറ്റൂ. നടക്കൊക്ക മോളെ, നമ്മളെന്തിനാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പെടാപ്പാട് വരുന്നത്? നമ്മുടെ അവസ്ഥ, നമ്മളെന്താണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഈ പെടാപ്പാട് പെടുന്നത്? നമ്മുടെ അവസ്ഥ നമുക്കറിയാലോ. നമുക്കുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്താ പോരെ? അതൊന്നും പറ്റൂലക്ക. എനിക്ക് ഇത്രയും കിട്ടാട്ടോ, കിട്ടിയേ പറ്റുള്ളൂ. കിട്ടെങ്കിലേ എനിക്ക് പോകാൻ പറ്റൂ. നിങ്ങൾ എന്താ ചെയ്യ്. ഞാൻ ഫോണ് വെക്കുകയാണ്. ഞാൻ ഈ റൂം അടച്ച് ഞാൻ ഇവിടെ ഇരിക്കും. പിന്നെ എന്നെ ഒന്നും പറയരുത് കേട്ടോ. ശരി, ബൈ. അസ്സലാമു അലൈക്കും. 2 പവൻ മാല എന്നൊക്കെ പറഞ്ഞാല് ഇപ്പോഴത്തെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ നാട്ടില് 1.5 ലക്ഷം രൂപ വേണ്ടി വരും. പിന്നെ ഇപ്പം എന്താ പറഞ്ഞ, കുട്ടികൾക്കുള്ള ഡ്രസ്സല്ലേ, ഒരു 10,000 അതും കണക്കൂട്ടേണ്ടി വരും. ഒരു 1.5 ലക്ഷത്തിനിപ്പോൾ എത്രയൊക്കെ സാലറി സാലറി 2,000 ദിർഹംസ്, ഒരു 50,000 രൂപയാണിപ്പോൾ ഉള്ളത്. നാട്ടിലാണെങ്കിൽ വാടക കൊടുക്കണം. പിന്നെ 2 ആൾക്ക് ഇപ്പോൾ എമർജൻസി കൊടുക്കാനുള്ള കുറച്ച് കടമുണ്ട്. എന്തായാലും വീടിനടുത്ത് വെച്ച് കാണാം. ഒക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കാലോ. ഓക്കെ. അസ്സലാമലൈക്കും. എന്താണ് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണല്ലോ. എന്താ നിങ്ങളെ വർത്താനം നിൽക്കുന്നത്? തന്നെയാണ്. സുഖമായിട്ട് പോണു. നാട്ടിലൊക്കെ ഭാഗത്താണ്. ഒക്കെ സുഖം തന്നെയാണ്. സുഖമായിട്ട് പോണു. പിന്നെ ഇന്ന് അല്ലെ നാട്ടിൽ നിന്ന് വൈഫ് വിളിച്ചിട്ട് എന്താ കുറച്ച് 2 പവൻ മാല വേണമെന്നുള്ളൊരു കാര്യം വന്ന് സംസാരിച്ചു. എന്താ അവിടെ ഒരു കുടുംബത്തിലൊരു റിസപ്ഷൻ, കല്യാണം അതിന്റെ മുന്നേ ഒരു റിസപ്ഷൻ. അതെ. അപ്പോ പിന്നെ കുറച്ച് കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കണം. അല്ല, ഞാനത് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവനോട് പറഞ്ഞു നോക്കി. ചെറിയ സാധനങ്ങളൊക്കെ അല്ലേ പറഞ്ഞു നോക്കിയിട്ടൊന്നും ആയിട്ടില്ല. പിന്നെ ഞാനേ ഇപ്പൊ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഞാന് ഇപ്പൊ ചെല്ലാന്ന് പറഞ്ഞ 15:30 ചെല്ലാന്ന് പറഞ്ഞതാ. അപ്പൊ നമുക്കല്ലേ, ഞാൻ പോട്ടെ എന്നാല് നമുക്ക് കാണാം. എന്നാ ശരി. എന്നാൽ ഞാൻ അർജുനാണ്. നമ്മുടെ റഷീദൊക്കെ നമ്മുടെ അപ്പുറത്തെ പുള്ളിക്കാരന്റെ വൈഫിനെ ഞാനിന്ന് കണ്ടായിരുന്നു. പുള്ളിക്കാർക്ക് എന്തോ പ്രശ്നമുണ്ട്. കല്യാണാണെന്നോ എന്തോ സ്വർണം വേണമെന്നോ ഉടുപ്പില്ലെന്നോ ഒക്കെ പറഞ്ഞ് കരയുണ്ടായിരുന്നു. എന്താന്നറിയത്തില്ല. എന്താ ചെയ്യാം, ആ മനുഷ്യനെ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഈ പുള്ളിക്കാരെ ഇവിടെ എങ്ങനെ കാണിച്ചാ അതെങ്ങനെയാണ്? സ്വർണം ഇവിടെ വെക്കുന്ന കാര്യത്തിൽ ഞാൻ എത്ര ദിവസമായി പറയുന്നത്. അതെന്താ നോക്കാത്തെ? അത് വല്ല ബാങ്കിലോ എവിടെയെങ്കിലും കൊണ്ടുവെക്കാം. ഇത് ഇവിടെ സേഫ് അല്ല. എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. റഷീദക്കയുടെ എന്താണ് കേസെന്നൊന്ന് അന്വേഷിക്കടി മോളെ. അത് എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം നമുക്ക്. പുള്ളിക്ക് ഇവിടെ ഒരു ഡ്രൈവർ അല്ലേ, ഇവര് ഈ വീട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എങ്ങനെയാ ശരിയാവുന്നേ?
പുള്ളിക്ക് ആപ്പാടെ 2000 ദിവസം എങ്ങാണ്ട് ശമ്പളം ഉള്ളൂ. ഇവർക്ക് 2 പവൻ മാലയൊക്കെ പെട്ടെന്ന് ഒരു കല്യാണത്തിന് എന്തിനാണ് പരിപാടി, എന്തെന്നാ എനിക്ക് മനസ്സിലായില്ല. അതൊന്ന് അന്വേഷിക്കേ. പിന്നെ സ്വർണത്തിന്റെ കാര്യം, സ്വർണം പിന്നെ അവിടെ നിന്നൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ലോക്കറിൽ എങ്ങനെ കൊണ്ട് വയ്ക്കേ, അത് നമുക്ക് സമാനമുള്ള കാര്യമല്ലേ. ഞാൻ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യത്തിന് എന്നോട് മെസ്സേജ് അയക്കാതെ നീ തന്നെ ഹാൻഡിൽ ചെയ്ത് മോളെ. ഭയങ്കര തിരക്കാണ് ഇവിടെ, പണി തീരുന്നില്ല. ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ശരി, പണിയുണ്ട്. നടക്കട്ടെ. ബൈ ബൈ. ഗുഡ് മോർണിംഗ് സാർ. എന്തെല്ലാം വിശേഷം? നല്ല വിശേഷം. കണ്ടിട്ട് കുറെ നാളായാലും നമ്മള് സൈറ്റിലാണ്. എന്താണ് പ്രത്യേകിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ? പിന്നെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇന്ന് ഒരു അത്യാവശ്യമായിട്ട് ഞാൻ വന്നാണ്. വീട്ടിൽ നിന്ന് കോൾ വന്നിരുന്നു. കുറച്ച് എമൗണ്ട്, ഒരു അഡ്വാൻസ് സാലറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് എത്ര ഉദ്ദേശിക്കുന്നേ? എനിക്ക് 7000 ആണ് വേണ്ടത് ഇപ്പൊ അത്യാവശ്യമായിട്ട്. അപ്പൊ ഒരു 2000 കിട്ടണമെങ്കിൽ ഒന്നായിരിക്കും. റഷീദ് അല്ലേ? ഓക്കെ, റഷീദ് ഇപ്പൊ തന്നെ 2 മാസം സാലറി അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ 2 മാസം കഴിഞ്ഞിട്ടല്ലേ അത് കിട്ടൂ. അപ്പൊ അങ്ങനെ ശരിയാവുന്നേ? പിന്നെ അത് എങ്ങനെയാണ് വേണ്ട പോലെ ഞാൻ ചെയ്തത്. നമ്മുടെ കമ്പനിക്ക് ഒരു പോളിസി ഇല്ലേ, 3 മാസം സാലറി ഒക്കെ നമുക്ക് എങ്ങനെയാണ് മുൻകൂർ തരാൻ പറ്റുക? ഞാൻ എങ്ങനെയെങ്കിലും അത് പരിഹരിച്ച് നടക്കത്തില്ല. സാലറി അഡ്വാൻസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും. വേറെ കമ്പനി നോക്കണം. ഇവിടെ വേറെ ഒരുപാട് കമ്പനി ഉണ്ടല്ലോ. അപ്പൊ അത് നോക്ക്. നിങ്ങൾക്ക് മാസം സാലറി അഡ്വാൻസ് തരാൻ ഇത് എന്റെ കമ്പനി അല്ല. അപ്പൊ നിങ്ങൾ വേറെ കമ്പനി നോക്കിക്കോളാം. ശരി, ഓക്കെ സാർ. കഴിഞ്ഞ മാസം വന്ന് 2 മാസം അങ്ങോട്ട് മേടിച്ചോണ്ട് പോയത്. അത് മാസം കൊടുക്കാൻ എന്തോ അങ്ങാറ കമ്പനി. നമസ്കാരം. പാർക്ക് ചെയ്തോട്ടോ. വേണ്ടപ്പെട്ട ആളുണ്ട്. ഓക്കെ സാർ. Yeah, doing good, sir. Tell me. Send me 200,000 dirhams to my account now. 200, right? 200,000 now. Okay. Just a minute, sir. I will transfer now. Good, thank you. നല്ല വിശേഷമാണ്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ദുബായിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബിസിനസ് ഭയങ്കര തിരക്കാണ്. കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നു. ഇവിടെ അർബാബ് ഒരു നല്ല മനുഷ്യനാണ്. അപ്പൊ നമ്മുടെ ബിസിനസ്സുകളെല്ലാം പുള്ളി നല്ല സപ്പോർട്ട് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. അത് പോട്ടെ. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. നല്ല കാര്യങ്ങളൊക്കെ, വീട്ടിലൊക്കെ കാര്യങ്ങളെല്ലാം, ദൈനംദിന കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓള് പിന്നെ വൈഫ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വൈഫ് അപ്പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി എന്തോ വിഷമത്തിലാണ്, എന്തോ പരിപാടി നടക്കാൻ പോകുന്നു പറഞ്ഞിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ പ്രശ്നം? എന്താ വീട്ടിലെന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം എന്തെങ്കിലും എന്താണ്? അതിപ്പോ എന്താന്ന് വെച്ചാല് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കൊണ്ട് ഇപ്പൊ ഇവിടുത്തെ എന്റെ ജോലി കാര്യങ്ങളൊക്കെ പൊതുവെ അറിയാലോ. ഓക്കെ, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇപ്പോ വിളിച്ചപ്പോ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അതില് 2 പവന്റെ സ്വർണത്തെ കുറിച്ച് ഇപ്പൊ ഇന്നത്തെ അവസ്ഥ ഒരു കോള് വരുന്നത്. അപ്പോ അത് പെട്ടെന്ന് ഇപ്പോൾ എവിടുന്നാണ് ഞാനത് ചെയ്യാൻ ഇന്നത്തെ റേറ്റ് ഒക്കെ അറിയാലോ. അതാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലാണ് സത്യം പറഞ്ഞത്. എന്താണ് വേണ്ടത്? സ്വർണം 2 പവൻ സ്വർണം എന്തായാലും വേണം. ഡ്രസ്സിന്റെ കാര്യമൊക്കെ ഇപ്പൊ ഞാനത് മാനേജ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകും. അപ്പോ ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പോ ജിജേഷിനോട് പറയാ എന്നുള്ള ജിജേഷ് എന്നൊക്കെ ഇപ്പം ഡാം വിളിച്ചോണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. നിങ്ങളൊരു 7 വർഷം മുമ്പ് നിങ്ങൾ തന്ന 100 പേർക്കും നിങ്ങൾ തന്ന ടിക്കറ്റും കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. എനിക്ക് അന്ന് നമുക്കൊന്നുമില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഒരാളാണ് ഗൾഫുകാരൻ. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കാരണം എൻ്റെ കുടുംബം ഇന്ന് രക്ഷപ്പെട്ടു. എനിക്ക് കാണുന്നതെല്ലാം ഉണ്ട്. ഒരിക്കലും നമ്മൾ മറക്കൂലിക്ക. ഇതൊരു കാര്യം അറിയാമോ, ഞാൻ നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നത് നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കുടുംബത്തിനെ മാത്രം നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല. അവരൊരു ആഗ്രഹം പറയുമ്പോൾ അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്കത് ഒഴിവാക്കാൻ പറ്റുന്നതാണോ വേണ്ടതെന്ന്. അത് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളിപ്പോൾ അവരെ തിരുത്താൻ പോയാൽ നമ്മളിവിടെ ആഘോഷിക്കുന്നു, നമ്മളിവിടെ എന്താ പറയുക, അവരുടെ ഭാഷയിൽ അർമാദിക്കുന്നു എന്നത്. അതുകൊണ്ട് തിരുത്താൻ പോകണ്ട, അവരെ കൊണ്ട് പറ്റില്ല. അവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കഷ്ടപ്പാടുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും വിഷമിക്കാണ്ട് ഒരു അനിയനെ പോലെ എന്നോട് സംസാരിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിനെപ്പറ്റി മറന്നേക്ക്.
ദൈവം മുകളിലുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഇക്കടെ കഷ്ടപ്പാട് എനിക്കറിയാം, അതിലുപരി ദൈവത്തിന് അറിയാം. നിങ്ങൾ എന്നെ സഹായിച്ചെങ്കിൽ 100 പേര് നിങ്ങളെ തിരിച്ച് സഹായിക്കും. ഒന്നുകൊണ്ടും പേടിക്കില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി ബിസിനസ് തിരക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എല്ലാം നടക്കും, വിഷമിക്കരുത് കേട്ടോ. ഇല്ല കുഴപ്പമൊന്നുമില്ല, നടക്കട്ടെ. എന്താണെങ്കിലും ഓക്കെ. ശരി, ഓക്കെ. ഗണേഷേ, കൊടുത്തോട്ട സാധനം കിട്ടി, ഡ്രസ്സും കിട്ടി. കുട്ടികൾക്ക് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു. അതിനൊപ്പം എനിക്ക് കൊടുത്തിട്ട സാധനം കിട്ടിട്ടാ. ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിട്ടോ, വെക്കാണ് തന്നെ ഒരുങ്ങാൻ തുടങ്ങാം. ഞാൻ ഇന്നൊരു എന്താ സാധനം എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇന്ന് തകർക്കും. എല്ലാവരുടെയും മുമ്പിലൊന്ന് അഭിമാനത്തോടെ നിൽക്കണം. എനിക്കറിയാം ഇക്ക വിചാരിച്ചതൊക്കെ നടക്കും. എന്റെ ഇക്ക എന്റെ വലിയ അഭിമാനല്ലേ. ശരിക്കും എന്ത് സാധനം എന്നാ ഈ പറയണത്? വേർത്തെ കളിക്കില്ലക്ക, എനിക്ക് സമയമില്ല കേട്ടോ. എന്തായാലും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ വെക്കാന് സമയമില്ലക്ക. വിളിക്കാം. ആയിക്കോട്ടെ. എന്ത് സാധനം കൊടുത്തു വിട്ടുന്ന അപ്പൊ വാട്സപ്പ് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ Ha ha ha.